ഞാനൊരു പ്രകൃതി സ്നേഹിയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിനെ തൊട്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വേറെ എവിടെയല്ല, നമ്മളെ കണ്ണൂരെ പാലക്കായം തട്ട്. ഇതെന്താണ് ഇന്ന് നാവ് ഉടച്ചിനല്ല, ഇങ്ങനെ ഉളുക്കിക്കൊണ്ടിരിക്കുന്നു പാലക്കായം തട്ട്. അപ്പോൾ ഇങ്ങനെ പേര് വരാൻ കാരണം പറയുന്ന കേട്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലക്കായ മരം തട്ടാണ് പാലക്കായം തട്ടായിട്ട് മാറിയത്. ഉപ്പും പുളി എരിവെല്ലാം കൂട്ടുന്ന നായല്ലേ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്കെല്ലാം വരും കേട്ടാ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം, സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയർച്ചയിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം കണ്ണൂർ ജില്ല ഇതാ ഇങ്ങനെ വട്ടം ചുറ്റിയാൽ തെച്ചും കാണാന്നാ പറയുന്നത്. അടിപൊളി വൈബ്. ഇപ്പൊ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വാ, കുറച്ച് കയറി പോവാനുണ്ട് കേട്ടോ മുകളിലേക്ക്. വാ വാ വാ. ഇത് ഏകദേശം ഒരു 600 മീറ്റർ, 600 കിലോമീറ്റർ അല്ല കേട്ടോ, 600 മീറ്റർ നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി കാണാൻ വേണ്ടിയിട്ടുണ്ട്. പൊളി സ്ഥലം കേട്ടോ. ഞമ്മ ആരും കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയതൊന്നുമല്ല. നിങ്ങൾ കാണുന്നുണ്ടാവില്ല സ്ക്രീനിൽ ഫുൾ കറുപ്പ് പാറ. ഞമ്മ എന്താന്ന് പറയാ, ടൈൽസെല്ലാം ഇട്ട പോലെയാണ്. പ്രകൃതി നമുക്ക് പാറകളിട്ട് തന്നെ ഇങ്ങനെ നടന്നു പോകാൻ എന്ത് രസം പറയാ. ശരിക്കും ഇവിടെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സൗന്ദര്യം ആസ്വദിച്ചവരാരെങ്കിലും നേരിട്ട് കണ്ടവരുണ്ടെങ്കിലും ഒന്ന് പറയണം കേട്ടാ. പൊളി സ്ഥലം. നമ്മളെ കണ്ണൂരിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണ്ടേ ഞമ്മ. അന്നേരം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ യാത്ര അങ്ങ് തുടങ്ങുക. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, കണ്ണൂരിൻ്റെ ഏകദേശം 70% കാര്യങ്ങൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കിക്കാണാന്നാണ് താഴെയുള്ള ഇതിൻ്റെ അധികൃതർ നമുക്ക് പറഞ്ഞത്. പൊളി വൈബ്. മലയും കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. 2ാം മലയും കയറി പോകണ്ടേ, അവിടുന്ന് തലയും അല്ലേ തന്നെ കാല് ഉളുക്കിയതാണേ. ഒന്നും കൂടി ഉളുക്കി. എൻ്റെ കളി ഇങ്ങനെയാണ്, ഞാനെപ്പോൾ വീണോണ്ടിരിക്കലാണ്. എനിക്കൊരു വീക്ക്നെസ്സാണ് വീഴല്. ഇവിടുന്നാണ് നമ്മൾ ആ വൈബ് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. പാലക്കായം തട്ടിൽ വന്നിട്ട് ഇവിടെ എന്നിട്ട് ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ശരിയാവില്ല. അങ്ങനെയാന്നല്ലാറ്. എടുത്താ ആയാ ആയില്ല. ഇതെല്ലാം ഇടണ എനിക്ക് എന്താ പറയാ, സ്റ്റാറ്റസ് ഇട്ട് മേരിക്കണം. അന്നേരം എല്ലാവരും ചോദിക്കൂ, ഇത് ഇനി പാലക്കായം തട്ടിൽ പോയോ. മനസ്സിനൊരു സാറ്റിസ്ഫിക്കേഷനാണ് ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ. വേറെ തന്നെ ഒരു നമ്മളെന്താ പറയാ, ലോകം കീഴടക്കിയ ഒരു പ്രതീതിയാണ്. ഇങ്ങക്ക് ഉണ്ടായാലുണ്ടാ? എനിക്കുണ്ട് കേട്ടാ. ഇങ്ങക്കൊന്നേറി തളർന്നിട്ടിരുന്നതാ. അന്നെപ്പോലെ വേണ്ടേ, നല്ലോണം മത്തിയെല്ലാം കൂട്ടണോ, എന്നാലേ സ്റ്റാമിന ഉണ്ടാവില്ലു. ഞാൻ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്നുണ്ടാ? ആടെയും കൂടി പോയാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് വ്യൂ എത്തി കേട്ടാ. വിറ്റാമിൻ ഡിൻ്റെ കുറവുള്ളവർ ഇവിടെ വരിക, ഇങ്ങനെ കിടക്കുക. ഞമ്മ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ, കേരളത്തിൻ്റെ ഭൂപ്രകൃതി വടക്ക് ഇന്ന സ്ഥലം, തെക്ക് പടിഞ്ഞാറ് കിഴക്കാന്ന് തോന്നുന്നു ഇത് വരുന്നത്. പശ്ചിമഘട്ട മലനിരകൾ. ഞാൻ പറഞ്ഞിട്ടില്ല നമ്മളെ കേരളത്തിന്റെ ഷേപ്പ് തന്നെ അറിയില്ല. ഇങ്ങനെ മല പോലെയുള്ളത്, ആ മല പോലെയുള്ള സ്ഥലമാണ് ഇത് കേട്ടാ. ആ കണ്ണൂർ ജില്ലയിലെ മല വരുന്ന ഭാഗമാണ് പശ്ചിമഘട്ടം ഭാഗമാണ് വരുന്നത്. നമ്മളെ പാലക്കായ തട്ടും പൈതൽ മലയും അതല്ലാതെ നമ്മളെ കണ്ണൂരിന്റെ പശ്ചിമഘട്ടം, കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിൽ പെട്ടത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം, നമ്മൾ ടോപ്പിലെത്തുന്നതിന് തൊട്ട് താഴെ തന്നെ അടിപൊളി പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. എന്താ പബ്ലിക് ആക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇതാണ് മക്കളെ നമ്മളെ പാലക്കായം തട്ടിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് പോയിന്റ്. നമുക്ക് അവിടെ പോണ്ടേ. ഇതാണ് നാം പറഞ്ഞ പാലക്കായം തട്ടിൻ്റെ ടോപ്പസ്റ്റ് പോയിന്റ്. ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തൂക്കുപാലം പോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അകലെ ഇപ്പം അടച്ചു പൂട്ടിയിട്ടുണ്ട്, തുരുമ്പുടിച്ചെന്ന് തോന്നുന്നതല്ലോ. നോക്കറാ, നിങ്ങൾ കാണുന്നുണ്ടാ? ആടുന്ന് അത്രം വരെ പൊളി സ്ഥലമാണ്. ഞമ്മ ടോപ്പിലെത്തി തിരിച്ചു പോയേന്ന് പെരയിലേക്ക്. അപ്പോൾ കാണാത്തവരെല്ലാം വന്ന് കണ്ട് അടിച്ചു പൊളിച്ചോളി.